ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോളാർ പ്ലെക്സസ് ചക്രയെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാവൽ ചക്രയാണ്. പൂക്കളിൻ്റെ അവിടെയുള്ള നാവൽ ചക്ര. അതും വളരെ അത്ഭുതകരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ചക്രയാണ്. അതിൻ്റെ ഡയറക്റ്റ് ഫിസിക്കൽ ഫങ്ഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അസിമിലേറ്റീവ് സിസ്റ്റം ആൻഡ് എലിമിനേറ്റീവ് സിസ്റ്റം, നമ്മുടെ ലാർജ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസിനെ കൃത്യമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. പിന്നെ അബ്ഡോമിനൽ ഏരിയയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഡയറക്റ്റ് എനർജി എടുത്ത് സ്വീകരിക്കുക. സ്ത്രീകൾക്ക് അതിൽ ഗർഭപാത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒക്കെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കലി അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ, ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ, അതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അതിലാവശ്യമുള്ള ഭാഗങ്ങളെ കൃത്യമായി വേർതിരിച്ചെടുത്ത് അത് ശരീരഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ളൊരു കഴിവാണ് ചക്രയ്ക്കുള്ളത്. അതിൽ വരുന്ന വേസ്റ്റുകളെ കളയാനുള്ള ശക്തിയാണ് ഈ നാവൽ ചക്രയ്ക്ക് ഭൗതിക തലത്തിലുള്ളത്. പക്ഷെ അതിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആക്ച്വലി വിസ്ഡം ഉണ്ടാക്കുക, അറിവിലേക്ക് ഉണ്ടാവുക, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനൊക്കെ താല്പര്യം ഉണ്ടാക്കുന്നത് ഈ നാവൽ ചക്രയാണ്. നാവൽ ചക്ര നമ്മുടെ അറിവിൻ്റെ തലം കൂട്ടുന്നു. അറിവിൻ്റെ ദേവനായിട്ടുള്ള മഹാദേവനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ വയറ് വരച്ചു വെച്ചുള്ളത്, വലുതാക്കി വരച്ചു വെച്ചുള്ളതിൻ്റെ അർത്ഥം തന്നെ അദ്ദേഹത്തിന് ധാരാളം അറിവിൻ്റെ മഹാദേവനായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അതായത് കുറച്ചും കൂടി നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നാവലിൻ്റെ തൊട്ട് താഴെ 3 അറകളുണ്ട്, ചക്രകളുണ്ട്. അത് ഗോഡൗണാണ് നമ്മുടെ അറിവിൻ്റെ. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറുകളും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവുകളെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ നാവലിൻ്റെ താഴെയുള്ള ഈ ഗോഡൗൺ പോലെ നിൽക്കുന്ന മൈനർ ചക്രകൾ. അപ്പോൾ അതുകൊണ്ട് അറിവുണ്ടാക്കുക മാത്രമല്ല പ്രാക്ടിക്കാലിറ്റി ഉണ്ടാക്കുക. നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നമ്മുടെ ശിരസിലാണ് ഈ പ്രാക്ടിക്കാലിറ്റി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായ ഭാഗം, അതിൻ്റേതായ പാർട്ട് ഉണ്ടെങ്കിലും ഇവിടെ പ്രാക്ടിക്കലായിട്ട് പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നാവൽ ചക്രയുടെ സൈക്കോളജിക്കൽ ഫങ്ഷനാണ്. യോഗിക് പാരമ്പര്യങ്ങളിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കാര്യം പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ, പെട്ടെന്ന് തലവെട്ടി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് സൈഡിലേക്ക് മാറ്റാനായിട്ട് വിതിൻ ദ സെക്കൻഡ്സ് നമ്മളിലേക്ക് ഒരു അറിവായിട്ട് വരാനായിട്ട് ഇത് സഹായിക്കും. ഒരു ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ മാർഷ്യൽ ആർട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന നേരത്ത് ഒരാൾ ചാർജ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന നേരത്ത് പെട്ടെന്ന് അവിടെ നിന്ന് അയാൾ ഇങ്ങോട്ടാണ് വരുന്നത് ആന്തരികമായിട്ട് നമ്മൾ അറിയിക്കുന്നതിൻ്റെ ഒരു ഫങ്ഷനും കൂടെ ഈ നാവൽ ചക്രയ്ക്കുണ്ട്. പെട്ടെന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ അത് തടുക്കാൻ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള ശക്തി തരുന്നത് ഈ നാവലിൻ്റെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസാണ്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ പന്ത് കളിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അങ്ങനെ ആഞ്ഞടിക്കാമായിരുന്നില്ലേ, സിക്സർ പോകുമായിരുന്നില്ലേ, ആ ബോളിന് സ്പിൻ ചെയ്ത് വരുന്നതിനെ ഡിഫെൻഡ് ചെയ്താൽ മതിയായിരുന്നില്ലേ. പക്ഷേ ആ ബാറ്റ്സ്മാൻ്റെ ആ പെട്ടെന്നുള്ള റിഫ്ലക്സിൽ വരുന്ന ആ ഒരു ബുദ്ധി, അതിനെ ഫ്ലിക്ക് ചെയ്യണോ അതോ വീശിയെടുക്കണോ ഡിഫെൻഡ് ചെയ്യണോ എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തീരുമാനിപ്പിക്കുന്നത് അദ്ദേഹം സക്സസ് ആവുന്നതിൻ്റെ കാരണം ഈ നാവൽ ചക്ര അതിവിശിഷ്ടമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇത് യോഗിക് പാരമ്പര്യങ്ങളിൽ യോഗിക് ശാസ്ത്രപ്രകാരം നമ്മുടെ നാവൽ ചക്രയ്ക്ക് അതിബൃഹത്തായിട്ടുള്ള വിശാലമായിട്ടുള്ള ശക്തികളുണ്ട്. അത് നിങ്ങൾക്ക് യോഗ പ്രാണവിദ്യ ക്ലാസ്സുകളിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഇത് പഠിക്കാൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇത് പഠിച്ച് ജീവിതത്തിൽ വളരെ മികച്ച തലത്തിലേക്ക് എത്താനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകട്ടെ. എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമസ്തേ.